മഴയുള്ള മലപ്പുറത്തു നിന്നാണ് വരുന്നത്. മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ വിവാദ മരമുറിയിൽ SP ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി പരാതിക്കാരൻ. സസ്പെൻഷനിലായ SI N ശ്രീജിത്താണ് പ്രതിഷേധം നടത്തുന്നത്. മരമുറി കേസിൽ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. സമരമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സമരമല്ല, ഇത് പ്രകൃതിയോടുള്ള ഒരു കരുതൽ മാത്രമാണ്. കാരണം ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഈ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലെ മരങ്ങളും അത്തരത്തിലുള്ള മറ്റ് വസ്തുവകകളും അല്ലെങ്കിൽ സ്വത്തുക്കളും മോഷ്ടിച്ചവർക്കെതിരെ ഒരു നടപടിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? പ്രകൃതിയോട് തിരിച്ച് നീതി പുലർത്തുക എന്നുള്ളത് മാത്രം. അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതൊരു പ്രതിഷേധമല്ല, ഇത് പ്രകൃതിയോടുള്ള കരുതൽ മാത്രമാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് വിപിൻ C. വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, ഈ പ്രതിഷേധം ഒരു കരുതലിന്റെ പുറത്താണ്, പക്ഷേ ഈ മരമുറിയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണം അട്ടിമറിക്കുന്നു എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. അങ്ങനെ നടക്കുന്നുണ്ടോ? അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുണ്ടോ? ഇദ്ദേഹത്തിന്റെ പ്രതിഷേധമൊക്കെ ഏത് രീതിയിലായിരുന്നു? ആ അന്വേഷണം ഏത് രീതിയിലെത്തി? വിപിൻ. ശ്രീനിത, കുറച്ച് കാലത്തിന് ശേഷം തന്നെ അതിശക്തമായ മഴയാണ് ഇപ്പോൾ മലപ്പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധവും വളരെ വേഗം അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇത് മലപ്പുറം SP ക്യാമ്പ് ഓഫീസിൽ നിന്ന് തേക്കിൻ്റെയും മഹാഗണിയുടെയും മരം മുറിച്ചു കടത്തി എന്നുള്ളതാണ് ആ കേസ് ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ഈ വിജിലൻസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് സസ്പെൻഷനിലുള്ള SI N ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഒരു ഒറ്റയാൾ പ്രതിഷേധം SP ഓഫീസിന്റെ മുൻപിൽ വെച്ച് തന്നെ നടത്തിയത്. അതും ഈ തേക്കിൻ്റെയും മഹാഗണിയുടെയും തൈകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. അത്തരം തൈകളൊക്കെ ആയിട്ടാണ് അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നത്. അപ്പോൾ അത് സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കേസിന്റെ വിജിലൻസ് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ പ്രധാന പരാതിക്കാരനായിട്ടുള്ള ശ്രീജിത്തിന്റെ മൊഴി പോലും ഈ കേസിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്. മുൻ SP ആയിട്ടുള്ള സുജിത്ദാസിനെതിരെയാണ് പ്രധാനമായിട്ടുള്ള പരാതി. അപ്പോൾ ഈ വിജിലൻസ് അന്വേഷണമൊക്കെ അട്ടിമറിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധവുമായി, അല്ലെങ്കിൽ ആ മരങ്ങളോടെങ്കിലും നീതി പുലർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ തൈകൾ വിതരണം ചെയ്യുന്ന ഒരു ഒറ്റയാൾ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. 2023 മുതൽ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്നൊരു ആരോപണത്തിന്റെ പുറത്താണ് ഇപ്പോൾ N ശ്രീജിത്ത് സസ്പെൻഷനിൽ ഇപ്പോഴും അത് തുടരുകയും ചെയ്യുകയാണ്. ശ്രീനിത. വിപിൻ, അവിടെ നല്ല മഴയാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അവിടെ എന്താ അവസ്ഥ? മഴയുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുണ്ട്. നല്ല മഴയുണ്ടോ? അതെ, നല്ല മഴയാണ്. ഇതിനു മുൻപൊക്കെ ചെറിയ മഴകൾ വന്നു പോയിരുന്നു എന്നുണ്ടെങ്കിലും ഇത്തരം ഒരു ശക്തമായിട്ടുള്ളൊരു മഴ എന്ന് പറയാവുന്നൊരു സ്ഥിതി അതിപ്പോൾ ഇന്നാണ് ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പെട്ടെന്ന് തന്നെ മേഘാവൃതമാവുകയും പൊടുന്നനെ ഒരു വലിയ മഴ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിന് തൊട്ടു മുൻപ് അതിശക്തമായ കാറ്റാണ് അടിച്ചത്. അപ്പോൾ അതിൽ പല സ്ഥലങ്ങളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. പല സ്ഥലത്തും ഷീറ്റുകളൊക്കെ പാറിപ്പോയിട്ടുണ്ട്, മരങ്ങൾ വീണിട്ടുണ്ട്, അത്തരത്തിലുള്ള ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ വലിയൊരു മഴ മലപ്പുറത്ത് ഈ ചൂടിൻ്റെ ഒരു സമയത്ത് ലഭിച്ചിരിക്കുന്നത്.